വന്നപ്പോൾ ഞങ്ങൾ ഐഷയുടെ യാസറിൻ്റെ അടുത്താണ് കേട്ടോ അബുദാബിയിൽ. ഐഷ വന്നില്ലെങ്കിൽ അവളുടെ പൂച്ചതേ ഞങ്ങൾ കണ്ടപ്പോൾ എന്നെ ഓടി വന്നിട്ട് നല്ല തീറ്റക്കാരി പൂച്ചയെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിനടുത്ത് കാറി കയറ്റിയിട്ട് എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട് കേട്ടോ ദുബായിക്ക്. പക്ഷേ ഇവിടെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ നമ്മൾ വിട്ടു. ഈ കാണുന്നതൊക്കെ ഐഷയുടെ കലാവിരുതാണ് കേട്ടോ. ഞാൻ അതൊക്കെ വീഡിയോ എടുക്കുന്ന പറഞ്ഞപ്പോൾ ഇവിടെ എങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. വരുമ്പോൾ നേരത്തെ പറയണേ, അപ്പൊ മുങ്ങാനാ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഞാൻ പിന്നെ ഒന്ന് എല്ലാത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പൈസക്ക് ഇവിടെ സ്വന്തമായിട്ട് എയർ ഫ്രയർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയ്യിൽ ചിക്കനും പപ്സൊക്കെ ഉണ്ടാക്കുന്നവരെ എന്താ പറയുക, ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. പിന്നെ ഇവിടെ ഒരു വലിയ ഫ്രിഡ്ജ് എടുക്കുന്നുണ്ട് കേട്ടോ, വലിയ ഫ്രിഡ്ജ്. അപ്പോൾ നമ്മളിങ്ങനെ ചായ ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. യാത്രയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടിങ്ങനെ നിരത്തിയിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ചായ കൂടിയൊക്കെ കഴിയാറായി. എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ കോഫിയാണ്. മിക്സിയൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോസസ്സിങ് തന്നെ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ കോഫിയുടെ കപ്പിൽ കോഫിയൊക്കെ തന്നിട്ടുണ്ട്. കോഫിയുടെ കപ്പിൽ ഞങ്ങളെ കൊണ്ട് പറ്റണ പോലെ അതേ സാധനങ്ങളൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് എന്താ അച്ചാർ ഇട്ടേക്കണമെന്ന് വരുമ്പോൾ എന്നെ ഇവിടുത്തെ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഇട്ടേക്കുന്നത് ഗ്രീൻ ആപ്പിളാണ്. പിന്നെ എല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് ഇങ്ങനെ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. പൈസയുടെ വലിയ വീടിൻ്റെ പുറത്തുള്ള ചെറിയ വീട് അടച്ചിട്ട് ഞങ്ങൾ ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാഷണൽ ഡേ കഴിഞ്ഞാൽ ലേറ്റ് ഒക്കെ കണ്ടിട്ട് പോകാണ് കേട്ടോ. പിന്നെ എവിടേക്കാണ് പോകണമെന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ബൈ ഡിയേഴ്സ്.